ഈ RSSൻ്റെ മുഖപത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നിരന്തരം ലേഖന പരമ്പരക്ക് സ്പേസ് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ പാളയം ഇതിനായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ കണ്ടാൽ നമുക്കറിയാം, പൃഥ്വിരാജ് മുരളി ഗോപി നെക്സസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലത്തെ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ബാംഗ്ലൂരിൽ വെച്ച് RSSൻ്റെ വലിയ മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് അതിലും മോഹൻ ഭാഗവത് പറഞ്ഞത് RSS ഏറ്റവും നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലെ ശാഖകളുടെ എണ്ണവും കണക്കുകളൊക്കെ അനുസരിച്ച് അത് കുറേ യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ RSS ഏറ്റവും ശക്തമായി വളരുന്നിടത്തും അവിടെ നിന്ന് തന്നെ RSS ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഓർഗനൈസർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലേഖന പരമ്പര ഇത് RSSൻ്റെ കൃത്യമായ കേരള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കരുതാൻ കഴിയും. നിശ്ചയമായിട്ടും ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വന്ന ലേഖനം നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ആൻറ്റി നാഷണൽ, ആൻറ്റി ഹിന്ദു, ഒപ്പം ക്രിസ്ത്യാനിറ്റിയെ കൂടെ അതിൽ പരാമർശിക്കുന്നത്, അതായത് ക്രിസ്ത്യൻ സിമ്പിൾസിനെ കൂടെ ആക്രമിക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ ഒരു ജിഹാദി ഓപ്പറേഷനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ ലേഖനത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, നിങ്ങളുടെ മൗനം ഞങ്ങൾ അതിശയപ്പെടുന്നു പ്രത്യേകം ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താണോ ഇവിടെ ഈ RSSന് നമ്പർ ഓഫ് ശാഖ ഒരുപക്ഷെ കേരളത്തിൽ കൂടുതലായിരിക്കും, പ്രവർത്തകരും കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഇതേവരെ BJPക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ RSSന് കിട്ടിയിട്ടില്ല. ആകെ എടുത്ത് പറയാനുള്ളത് തൃശ്ശൂരത്തെ ഒരു ജയം മാത്രമാണ്. അത് തന്നെ പൂർണ്ണമായിട്ടും ഒരു BJP ജയമായിട്ട് അവർ തന്നെയും കാണുന്നില്ല. കാരണം അതിൽ ഫ്യൂവൽ ചെയ്ത ഫാക്ടറായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അങ്ങനെയാണ്. പിന്നുണ്ടത് നേമത്തെ വിജയമാണ്, അതാണ് രണ്ടാം തവണ അത് ഇല്ലാതാകുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ് അവർക്ക്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് ഈ സ്വാധീന ശക്തിയെ മാറ്റാൻ പറ്റാത്തതിൻ്റെ ഒരു ഖേദം തീർക്കാൻ അവർ കുറേ കാലമായിട്ട് ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുകയും അവരുടെ ശത്രുപക്ഷത്ത് മുസ്ലിങ്ങളെ നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പണി. അതിൻ്റെ തുടർച്ച നമ്മൾ ഇതിനകത്ത് കാണാം. അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലേഖനം വളരെ കൃത്യമാണ്. കാരണം മട്ടാഞ്ചേരി മാഫിയ, നാർക്കോട്ടിക് ജിഹാദ്, കേരളത്തിൽ വലിയ തോതിൽ ഇത് ലഹരി മരുന്ന് ഒഴുകുന്നു, അത് ഈ നാർക്കോട്ടിക് ജിഹാദിൻ്റെ തുടർച്ചയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രൂപത്തിൽ ഈ എന്താ പറയുക ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ എതിർസ്ഥാനത്ത്, അല്ലെങ്കിൽ അവരുടെ ശത്രുസ്ഥാനത്ത് മുസ്ലിങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം വളരെ എവിഡൻ്റായിട്ട് ഇന്നത്തെ, അത് കാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. പൊതുവിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ അത് ക്രിസ്ത്യൻസിനെ കൂടെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ ലേഖനത്തിൽ വളരെ എവിഡൻ്റായിട്ട് കാണാം. അപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ഇപ്പോൾ ഇതാ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് മുറിവേറ്റിരിക്കുന്നു എന്നുള്ളതിനോടൊപ്പം കേരളത്തിൽ ഇത് കുറെ കൂടെ ഭംഗിയായിട്ട് വിൽക്കാൻ, അവരുടെ വിഷമിശ്രിതം കുറെ കൂടെ ഭംഗിയായിട്ട് വിൽക്കാൻ ഒരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം അവർ നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൃഷ്ടാക്കളായി നിൽക്കുന്ന 3 പേരുകൾ ഇവർക്ക് പ്രശ്നമാണ്. ഒന്ന് മോഹൻലാൽ, ഒന്ന് പൃഥ്വിരാജ് സുകുമാരൻ, ഒന്ന് മുരളി ഗോപി. ഇത് 3 ഹിന്ദു നാമങ്ങളാണ് എന്നുള്ളത് അവർക്കൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, ഇതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഴിയാണ് ഇപ്പോൾ ഇന്നത്തെ ലേഖനത്തിൽ അത് ആ ഒരു എന്താ പറയുക, അതിങ്ങനെ ഇങ്ങനെ റൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പല ലേഖനങ്ങളിലോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ വന്നിട്ടുണ്ട്. മോഹൻലാലിനെ കുറച്ച് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. ഒരിടത്ത് മാത്രമാണ്, 1-2 സ്ഥലത്ത് മാത്രമാണ് മോഹൻലാലിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ പറയുന്നത് പൃഥ്വിരാജും മുരളി ഗോപിയെക്കുറിച്ച് മാത്രമാണ്. അതിൽ തന്നെ മുരളി ഗോപിയുടെ പാർട്ട് കുറച്ച് കുറവാണ്, പൃഥ്വിരാജിൻ്റെ പാർട്ടാണ് കൂടുതൽ. പൃഥ്വിരാജ് മുൻപ് എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്, അതായത് ജനഗണമനയിലെ ഡയലോഗ്, ജനഗണമന എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗ്, അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയായിട്ട് അഭിനയിക്കാൻ അഭിനയിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ അഭിനയിക്കാൻ തീരുമാനിച്ചത് എന്ന് തുടങ്ങി പല കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ കിങ് പിൻ എന്ന് പറയുന്നത് പൃഥ്വിരാജാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം
നേരത്തെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി ഓർഗനൈസറിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് കൗതുകം തോന്നിയത്, എന്തുകൊണ്ടാണ് ഓർഗനൈസർ ഉസാമ ബിൻ ലാദനുമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ ആ താടിയും മുഖഛായൊക്കെ വെച്ചുകൊണ്ടൊരു ഛായ ഉണ്ടല്ലോ എന്ന് പറയാതിരുന്നത് എന്നുള്ള സന്ദേഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ വേറൊരു കാര്യം കൂടെ തോന്നി എനിക്ക്. പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയിൽ അവസാനത്തെ ഷോട്ടിൽ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടു എന്ന് നവ്യ നായർ പറയുമ്പോൾ, അത് ശ്രീ ഗുരുവായൂരപ്പനെ നവ്യ നായർ കണ്ടു എന്നാണ് സങ്കല്പം, സിനിമയിലെ സങ്കല്പം അങ്ങനെയാണ്. കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് ആണ് നായകനായിട്ട്, പൃഥ്വിരാജ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൂടെ വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. അതായത് ദൈവനിഷേധം അന്നു മുതലേ ഉണ്ട് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹിന്ദു നിഷേധം അന്നു മുതലേ ഉണ്ട് എന്ന് വേണമെങ്കിൽ, എന്തുകൊണ്ടാണ് സംഘപരിവാറുകാർ അത് പറയാതിരുന്നതെന്ന് മാത്രമേ എനിക്ക് ആ ലേഖനം വായിച്ചപ്പോൾ സംശയം തോന്നിയുള്ളൂ.